പണ്ഡിതന്മാർക്ക് തന്നെ തെറ്റുപറ്റിയ ഏരിയ ആണെന്ന് പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തിരുത്തും ചെയ്യും. മുതിർന്ന പണ്ഡിതന്മാർ ശംസുദ്ദീൻ ബാലത്തിനോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ അദ്ദേഹം പല കാര്യങ്ങളും തിരുത്തുന്നു. ഇൻഷാ അല്ലാഹ് അതൊക്കെ എന്റെ പുസ്തകത്തിൽ വരുത്തുന്നത്. ഏതായാലും ഇയാളിപ്പോ പറയുന്നത് ഒരൊറ്റായത്ത് മതി ഇവരെ എല്ലാ വാദത്തെയും പൊളിക്കാൻ, അത് പഠിച്ചു വെച്ചോളി എന്ന് പറഞ്ഞിട്ട് ഇയാളെ ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കേട്ടോളി നിങ്ങളെ പൊട്ടത്തരം. സൂറത്ത് ആൽ ഇംറാൻ 175-ാമത്തെ ആയത്ത് അങ്ങനെ തന്നെ പഠിച്ചേക്കും. രണ്ടേ ആയത്തുകൾ പഠിച്ചാൽ മതി. അത് വിശദീകരിക്കുന്നുണ്ട്. ജിന്നിനും ശൈത്താനെയും കുറിച്ചുള്ള എല്ലാ അകാരണ പേടികൾക്കും നീങ്ങും. രണ്ടായത്ത്. ഒന്ന് ആൽ ഇംറാനിലെ 175-ാമത്തെ ആയത്ത്. മറ്റേ ഞാൻ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇവരുടെ ഒക്കെ ഒരൊറ്റ ആയത്ത് മതി നമുക്ക് ഇവരുടെ എല്ലാം പൊളിച്ചാല്. സൂറത്ത് അഹ്റാഫിലെ 201-ാമത്തെ ആയത്ത് മാത്രം മതി. ഖുർആൻ നമുക്ക് മതി. ഹദീസോ ഉപേക്ഷിക്കണില്ല. ഹദീസ് പഠിച്ചേണ്ട മാതിരി പഠിച്ചണം. ഇയാളടുത്ത് പോയി പഠിച്ചണം, എന്നാലേ ശരിയാവുള്ളൂ. ഇങ്ങനെയുണ്ട് ഒക്കെ പൊളിക്കണ ആയത്ത് കേട്ടോളിത്തോ. മടവൂരികൾ എഴുതി വെച്ചോളി. ഇന്നമാ ദാലികും ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ് ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. ശൈത്താനെ പേടിക്കേണ്ട ആയത്താണ്. എല്ലാ പേടിയും അത് മുഴുവൻ പൊളിക്കാട്ടോ കേട്ടോളി. എന്താ ചെറിയമുണ്ടോ പറപ്പൂരും കൊടുത്ത അർത്ഥം? അത് നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് പിശാച് മാത്രമാകുന്നു. അവൻ തന്റെ മിത്രങ്ങളെ പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഇതിലെവിടെ സുന്നബി ശൈത്താനെ പേടിക്കണ്ടാന്ന്? എവിടെ മടവൂരികളെ ഏറ്റി നടക്കുന്ന മുഹദ്ദിദിന്റെ പൊട്ടപ്പോയത്തം കാണിച്ചേരി. ഒരു ശൈത്താനും കണ്ടു, ഫലാ തഖാഫൂനിന്നും കണ്ടു, വഖാഫൂനിന്നും കണ്ടു. അപ്പൊ ശൈത്താനെ പേടിക്കണ്ടാന്ന്. ഇത് എന്താ സംഭവം എന്നറിയോ? ഉഹദ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു. ആ യുദ്ധത്തിന് മുസ്ലിങ്ങൾ കുറച്ച് പരാജയം ഉണ്ടായല്ലോ. അബൂ സുഫിയാനും കൂട്ടരും തിരിച്ചു പോകുമ്പോ അടുത്ത കൊല്ലം ബദറിൽ വെച്ചിട്ട് കാണാം. പക്ഷെ ബദറിന്റെ സീസൺ ആയപ്പോഴേക്ക് യുദ്ധത്തിന് ഒരുക്കം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ക്ഷാമവും മറ്റും പിടിപെട്ടു. പക്ഷെ മാനക്കേടല്ലേ അങ്ങനെ പറഞ്ഞിട്ട് പോകാതിരുന്നാൽ. അപ്പൊ അതിനോടൊരു കള്ളപ്രചരണം അയച്ചു വിട്ടു. നുഐം ബിൻ മസൂദ് എന്ന് പറയുന്ന ഒരുത്തനെ മദീനയിലേക്ക് ശട്ടം കെട്ടി അയച്ചു. ഖുറൈശികൾ മക്കയിൽ വമ്പിച്ച പടയൊരുക്കം നടത്തുന്നുണ്ട് എന്ന് മദീനയിൽ പ്രചരണം നടത്താൻ. ആ പ്രചരണം ചില മുനാഫിക്കീങ്ങൾ ഏറ്റെടുത്തു. യഹൂദികളായ ശത്രുക്കളും ഏറ്റെടുത്തു. അവർ കള്ളപ്രചരണം നടത്തി. ആ കള്ളപ്രചരണം ഉണ്ടാക്കിയത് പിശാചാണ്. അതിനെപ്പറ്റി അത് പറയുന്നത് കേട്ടോ. പക്ഷേ സത്യവിശ്വാസികളോട് പറയാണ്, ആ മുനാഫിക്കീങ്ങളെ നിങ്ങൾ പേടിക്കണ്ട, ആ യഹൂദികളെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത് എന്ന് പറയാണ്. അപ്പൊ പിശാചിന്റെ മിത്രങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞിടത്ത് പിശാചിനെ പേടിക്കണ്ട, യഹൂദിനെയും മുനാഫിക്കിനെയും പേടിക്കണ്ട എന്നുള്ളത് ശൈത്താനെ പേടിക്കണ്ട. അപ്പൊ ശൈത്താനും കണ്ടു, ഫലാ തഖാഫൂന്നും കണ്ടു. അടിച്ചു വിടുക, ഒക്കെ മതി നമുക്ക്. ഒക്കെ പൊളിച്ച നല്ല പൊളിക്കല. അതിന്റെ മേലത്തെ ആയത്ത് എന്താണെന്നറിയോ? അതേറ്റ് ബന്ധപ്പെട്ട ആയത്തത് 153 154. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ആ ജനങ്ങൾ നിങ്ങളെ നേരിടാൻ സൈന്യത്തെ ശേഖരിച്ചിരിക്കുന്നു, അവരെ ഭയപ്പെടണമെന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സഹാബികൾക്ക് ഈമാൻ വർദ്ധിച്ചു. മാത്രല്ല അവർ പറഞ്ഞു, അതായത് സഹാബികൾ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലത് അവനത്രേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉഹദ് യുദ്ധത്തിന് ശേഷം ഉണ്ടായ ആ കള്ളപ്രചരണത്തെ കുറിച്ചുള്ള അടിക്കുറിപ്പ് ചെറിയ മുണ്ടം കൊടുക്കാണ്. അമാനി മൗലവി കൊടുത്ത അടിക്കുറിപ്പ് കേട്ടോളി. മദീന വ്യാഖ്യാനം. മദീനയെ ആക്രമിക്കുവാൻ ഖുറൈശികൾ വമ്പിച്ച സൈന്യശേഖരം നടത്തുന്നുണ്ട്. അവർ ഈ രാജ്യം നശിപ്പിച്ചേക്കും, അവരെ ഭയപ്പെട്ടുകൊള്ളണം എന്നിങ്ങനെ മുകളിൽ കണ്ടതുപോലെയുള്ള ഭീഷണികളും കള്ളപ്രചരണങ്ങളും ഒക്കെ പിശാചിന്റെ വകയാണ്. അവനും അവന്റെ അനുയായികളുമാണ് അതിന്റെ വക്താക്കൾ. അവന്റെ ബന്ധുക്കളായ അവിശ്വാസികളെ കുറിച്ച് നിങ്ങളിൽ ഭയം ജനിപ്പിച്ച് നിങ്ങളെ നിർവീര്യരാക്കി മുതലെടുക്കുകയാണ് അവന്റെ ലക്ഷ്യം. അത്തരം ഭീഷണിക്കൊന്നും സത്യവിശ്വാസികളായി നിങ്ങൾ വഴങ്ങരുത്. സത്യവിശ്വാസികളായ സ്ഥിതിക്ക് നിങ്ങൾ അല്ലാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് എന്ന് സാരം. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടണം, പിശാചിന്റെ മിത്രങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞത് പിശാചിനെ പേടിക്കണ്ട എന്നാക്കി വ്യാഖ്യാനിച്ചു. പക്ഷേ ഇയാള് പറഞ്ഞ വലിയ ആനക്കാരി വെച്ച് മുണിങ്ങി നടക്കല്ലേ, ഓരോന്നിന്റെ നടത്തവും കിബറും കണ്ട. ഒരു മൈക്കപ്പ പ്രസംഗിച്ചിട്ടില്ലേ, മൗലവിമാർ ആയത്ത് കേട്ടോളി, മൗലവിമാരുടെ ആയത്തോന്നുന്നത് അൽ ഖബീസാത്തുൽ ഖബീസിന. ഓൻ പിന്നെ എഞ്ചിനീയറാ, ഓൻ മൗലവി ഒന്നല്ല. അപ്പൊ സുഹൃത്തുക്കളെ, കള്ളപ്രചരണം നടത്തുന്ന മുനാഫിക്കിനെ പേടിക്കണ്ടെന്ന് അള്ളാഹ് പറഞ്ഞീനെ, മുശ്രിക്കിനെ പേടിക്കണ്ടെന്ന് അള്ളാഹ് പറഞ്ഞീനെ, ശൈത്താനെ പേടിക്കണ്ടെന്നാക്കി. എന്നിട്ട് ഇത് മുണിങ്ങി നടക്കണ കുറെ ആളുകളും പല പേര് ഞാൻ പറയണില്ല. ഇനി സുഹൃത്തുക്കളെ, ഇയാള് ശൈത്താനെ പേടിക്കുന്നതിനെ കുറിച്ച് വേറൊരു തട്ടിപ്പ് നടത്തണോളി.
പടച്ചോനെ പേടിക്കുന്നത് പോലെ ശൈത്താനെ പേടിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് വരുത്തി തീർക്കാം. നമുക്ക് തൗഹീദിൽ പിഴച്ചു എന്ന് വരുത്തണല്ലോ, അതിനുവേണ്ടി ഇയാൾ കളിക്കാൻ കളിയുണ്ടോ? ഈ ശൈത്താൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താൻ ഉണ്ടല്ലോ, അവിടെ പ്രവർത്തന ഫീൽഡ് എന്താണ്, ഫീൽഡ് എന്തല്ല എന്ന് നോക്കാം. അതിനു മുമ്പായി പിശാച്ചിന് ശകുത്താന് എന്തൊക്കെ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് വിവരിക്കണം. മുമ്പ് എന്തെല്ലാം ഒന്ന് പറ്റൂല എന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത് ഖുർആൻ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി, മറഞ്ഞ നിലക്ക് അള്ളാനെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുവഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകനെ മാത്രമേ മറഞ്ഞ നിലക്ക് ഭയപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. സൂറത്ത് മാഇദയിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാൻ ചില അവസരങ്ങൾ ഉണ്ടാക്കും. എന്തിനാഹു മൻ യഖാഫുഹു ബിൽ ഗൈബി എന്നാണ്. ആരാണ് മറഞ്ഞ നിലക്ക് പടച്ചോനെ പേടിക്കുക? അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മർമ്മമാണ് അഭൗതികമായ നിലക്ക് മറഞ്ഞ നിലക്ക് അള്ളാനെ പേടിച്ചാൻ പാടുള്ളൂ. വലിയ വിവരം വിളമ്പി എന്നുള്ള നാട്യം, ഒരു ഇളിയും അല്ലേ, എന്ത് പൊട്ട പോയത്താണ് അയാൾ പറഞ്ഞത്. ഇവിടെ ആരാ പറഞ്ഞത് പടച്ചോനെ പേടിക്കുമ്പോൾ ശൈത്താനെ പേടിക്കണം? അഭൗതികമായ നിലക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണ് കാണാത്ത നിലക്കുന്ന കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് നമ്മളെ ഉപദ്രവിക്കാൻ പടച്ചോന് മാത്രമേ കഴിയുള്ളൂ എന്നാ. ഈ ലോകത്ത് എന്തൊരു സംഗതി നടന്നാലും അതിന്റെ പിന്നിൽ ഒരു ഭൗതിക കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു കാരണവും കാണാത്ത നിലക്കുള്ള ഉപദ്രവമോ സഹായമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നാണ്. അതാണ് അഭൗതിക എന്ന് പറഞ്ഞ അർത്ഥം. സബബ് മുസബബാത്തിന് അപ്പുറത്തുള്ളത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത്. ആ നിലക്ക് ആരും ഇവിടെ പിശാചിനെ പേടിക്കുന്നില്ല. പൊട്ട പോയത്തം പറയാ, അത് മിണിങ്ങി നടക്കാൻ കുറച്ച് വിവരം കെട്ട മനുഷ്യന്മാരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ശൈത്താനെ പേടിക്കുന്നത് അള്ളാനെ പേടിക്കുന്നത് പോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നമ്മളെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ശൈത്താന് സാധിക്കുമെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? ശൈത്താനെ നമ്മൾ കണ്ണ് കാണുന്നില്ല എന്നുള്ളത് ശരിയാ. അദൃശ്യം എന്ന വാക്ക്, മറഞ്ഞ മാർഗം എന്ന വാക്ക് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. അതാ